അച്ഛൻ്റെ ചക്കര. ഇതെന്താ ഇങ്ങനെ? ആ സാധാരണ സർപ്രൈസ് റൈഡിൽ ഞാൻ ഇങ്ങനെയൊന്നല്ല കണ്ടിട്ടുള്ളൂ. രേവതി എന്തു പറ്റി? കഥ തുറക്ക്. രേവതി കഥ തുറക്കടി. മിണ്ടരുത്. ഇന്നലെ വിളിച്ചപ്പോൾ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ അല്ലേ? അയ്യോ മോളെ, ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ചെയ്തതല്ലേ, അതിനിങ്ങനെയൊക്കെ പിണങ്ങാവോ? മോളെ നീ എന്ന് പറഞ്ഞു. ഓ പിന്നെ വല്ലാത്ത സർപ്രൈസ് ആയി പോയി. എടി എത്ര ദിവസത്തിന് ശേഷം വന്നിട്ട് ഇങ്ങനെയൊന്നും കാണിക്കാതെ. രേവതി കഥ തുറക്ക്. രേവതി കഥ തുറക്കടി പ്ലീസ്. കൊച്ചൊക്കെ പറഞ്ഞു നീ ഇവിടെ വന്നേ. പിന്നെ ഒന്ന് പോയെ, എനിക്ക് ജോലിയുണ്ട്. നീ ചുമ്മാ കളിക്കാൻ ഇത്ര വർഷം കഴിഞ്ഞ് വന്നിട്ട് നീ മാടി. ഒരു മാടി താ കണ്ണടിച്ച ഇത്ര താമസമയോ? ഏയ് ചേട്ടാ, ഞാനേ ആകെ വേർത്തൊരുമാതിരി ഇരിക്കുമല്ലേ, ഞാൻ കുളിച്ചിട്ട് വരാം. ഒന്ന് പോയി ഇവിടെ നിന്ന്. എങ്കിൽ ഇത് ആടെ നോക്കൂ, ഇത് അടി പിടിക്കാൻ നോക്ക്. ഞാൻ അപ്പത്തേക്ക് പെട്ടെന്ന് വരാം. പെട്ടെന്ന് പറഞ്ഞേ. ആ ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വിളിക്കണ്ടാന്ന്. ചേട്ടൻ ഉണ്ട് പുറത്ത്. ചേട്ടങ്ങാനും കേട്ടാ തീർന്നു. ഒരു 2 മാസം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എങ്ങനെയും റെഡിയാക്കാം. 2 മാസം സാരമില്ല, മറക്കാതിരിക്കാൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാം. വേണ്ട, ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. വിളിച്ചാ മതി. റിട്ടേൺ ടിക്കറ്റ് എന്നായിട്ടാ ബുക്ക് ചെയ്യാൻ പോണേ? എടി അതിന് 2 മാസം ഇല്ലേ? അയ്യോ, പിന്നീട് ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? റേറ്റും ഭയങ്കര കൂടുതലായിരിക്കൂലേ? എടി നിനക്കങ്ങനെ തിരിച്ചു കയറ്റിവിടെ എത്ര ധൃതിയാ? 3 വർഷത്തിന് ശേഷം ഇരുന്നിരുന്ന് വന്നതിൻ്റെ ഒരു സന്തോഷമൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനൊന്നും ഇല്ല ഏട്ടാ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ രവീന്ദ്ര മാമൻ്റെ ഹെർണിയുടെ ഓപ്പറേഷൻ അടുത്ത മാസം. നീ അഭിലാഷിൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്യും. ചേട്ടൻ ഇങ്ങനത്തെ കേട്ടെടുക്കാൻ പോണേ? ഇത് ചുമ്മാ ചേട്ടൻ നാട്ടിലൊന്നുകൊണ്ട് ഊറ്റാൻ നോക്കണേണ് അവരെല്ലാവരും കൂടെ. എടി അതാമൻ ചോദിച്ചിട്ടൊന്നും അല്ല, വല്ലപ്പോഴും ഒരിക്കൽ എന്താണ് ഏതാണെന്ന് ചോദിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. നീ വൈകുന്നേരം പൈസ ഇട്ട് കൊടുത്തേ. പിന്നെ വേറെ കാര്യം, ഞാൻ അമ്മയുടെ പേരുള്ള സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു. നാളെ അഭിലാഷിനെ വിളിച്ചുകൊണ്ട് ആ പ്ലോട്ടൊന്ന് കാണിച്ചു കൊടുക്കും. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വീട് പണിയാൻ തുടങ്ങും. അല്ലേട്ടാ, വീട് പണി പതുക്കെ തുടങ്ങിയ പോരെ? പതുക്കെയാ? ഇനി എന്ന്? എടി ഉള്ള കാലം എനിക്ക് വാടക വീട്ടിൽ കിടന്നാൽ മതിയാ? എടി നമുക്ക് വേണ്ട സ്വന്തമായിട്ടൊരു വീട്. അതിനല്ലേ ഞാൻ ഇത്രയും കാലം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്. തൽക്കാലം നമ്മൾ അക്കൗണ്ടുള്ളതൊക്കെ മതിയാവും. തേങ്ങില്ലെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം. അളിയെന്തിനാണ് ഈ സ്ഥലം ഇപ്പം വിൽക്കാൻ നോക്കുന്നത്? ഇവിടെ NH വന്നു കഴിഞ്ഞാലേ സെൻറ്റിന് 3 ഇരട്ടിയാവും. എടാ നീ പറഞ്ഞേക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് സിറ്റിയിൽ വീട് വെക്കണമെന്നുള്ള എൻ്റെ ഭയങ്കര ആഗ്രഹം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാലേ വർഷം അങ്ങ് പോകും. ഞാൻ അവിടെയും വീട്ടുകാരിവിടെയും മടുത്തടാവട്ടെ. ഇതാണ് ഈ NRI ടീംസിൻ്റെ മെയിൻ പ്രശ്നം. പുറത്ത് പോയി കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കിയിട്ട് നാട്ടിൽ വന്ന് യമണ്ടനൊരു വീടങ്ങ് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി പിന്നെയും കയറും. പിന്നെ ഞാൻ എന്തോന്നു ചെയ്യാം?
അളിയ ഈ പ്രോപ്പർട്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. എനിക്ക് പരിചയമുള്ളൊരു ടീമുണ്ട്, ഡാൻവിൽ ബിൽഡേഴ്സ്. അളിയ ഒരു കാര്യം ചെയ്യും, അവരെ കൊണ്ടുവന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അളിയ അവരാകുമ്പോൾ ഏത് സ്ഥലം വാങ്ങണം, വിൽക്കണം, ഇനി വീട് വെക്കുന്നതാണോ അതോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആക്കി റെൻറ്റിന് കൊടുക്കുന്നതാണോ ഏറ്റവും ലാഭം എന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരും. അളിയ നമ്മുടെ കുവൈറ്റിലെ സൈജില്ലേ, അവൻ്റെ വെള്ളായണിയിലെ വസ്തു ഇതുപോലെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനിട്ടിരുന്നായിരുന്നു. ഞാൻ ഈ ടീമിനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ ആ സ്ഥലത്ത് 3 കൊമേഴ്ഷ്യൽ സ്പേസ് സെറ്റ് ചെയ്ത് മാസം റെൻറ്റ് മാത്രം 4 ലക്ഷത്തിന് പുറത്ത് അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വീട് അല്ല അളിയ, വീട് വെക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല റിട്ടേൺ കിട്ടുന്ന രീതി നോക്കി ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവർ ഈ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റും കൺസ്ട്രക്ഷനും എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് തൊട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ, വർഷാവർഷമുള്ള മെയിൻ്റനൻസ്, അതുമല്ല ഒരു വീട്ടിലെ ഫർണിച്ചർ തൊട്ട് ഹോം അപ്ലയൻസ് വരെ അവർ സെറ്റ് ചെയ്ത് തരും. ഇനി റെൻറ്റിന് ആൾ വേണോ അതും കൊണ്ടുവരും. ഡാൻവിൽ നീ പറഞ്ഞത് പോയിൻ്റാണ്. റിയൽ എസ്റ്റേറ്റിൽ പഠിക്കാതെ കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്ക് വൈകുന്നേരം പോയാലോ? പിന്നെന്താ അമ്മ? ഇല്ലമ്മ, അത് ശരിയായില്ല. നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം. ഇല്ലമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഞാൻ പുറത്താണ്. എന്തുപറ്റിടാ? അല്ല, അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അങ്ങനെ വിളിച്ചതാണ്. രേവതിയുടെ അടുത്ത് കുറച്ച് കാശിടാൻ പറഞ്ഞായിരുന്നു, കിട്ടിയില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ കേട്ടോ. ഇല്ലടിയാ, കിട്ടിയില്ല. കിട്ടിയില്ലേ? കഴിക്കെടുക്കട്ടെ ചേട്ടാ. വേണ്ട. ഈ 2 ദിവസം മുമ്പ് ഞാൻ അഭിലാഷിന് കാശ് കൊടുക്കാൻ പറഞ്ഞല്ലായിരുന്നോ? എന്താ കൊടുക്കാത്തത്? അയ്യോ, അത് ഞാൻ മറന്നുപോയി ചേട്ടാ. സാരമില്ല, അത് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തേക്കാം, ഭയങ്കര ടൈറ്റില്ല. ഗൂഗിൾ പേ വർക്കാവണില്ല, സെർവർ ഡൗൺ ആണെന്ന് തോന്നുന്നു. ഇനി ഒരു കാര്യം ചെയ്യാം, ഏറ്റവും എടുക്കും, നാളെ പോണ വഴിക്ക് ഞാൻ എടുത്തിട്ട് കൈയോടെ കൊടുത്തേക്കും. ചേട്ടാ, ഞാൻ നാളെ എടുത്തു തരാം. ഇപ്പം എവിടെ വെച്ചേക്കണം, നീ ഒന്ന് തപ്പി നോക്കണമായിരുന്നു. രവതി, ആ, നാളെ ജയന്തി മാമിയുടെ അവിടെ നിന്ന് പോകണം. വന്നിട്ട് ഇത്ര ദിവസമായിട്ട് പോയിട്ടില്ല. എന്തിന്? ചേട്ടനെ കാണാൻ തന്നെ തുടങ്ങും ഒരു പ്രാരാബ്ദം പറയാനും ഊറ്റാനും എല്ലാം. അവരെ കണ്ടാൽ തന്നെ ചൊറിഞ്ഞു വരും. ഞാൻ വരണമൊന്നുമില്ല, ചേട്ടനും പോണ്ട. എടി, നിനക്ക് എങ്ങനെയും ഒരു 50,000 രൂപ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റൂ? എടി, നീ എന്തോന്ന് പറയണേ? അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നതോ? എടി, അത് ഞാൻ അപ്പത്തന്നെ ശ്രീദർശൻ അയച്ചു കൊടുത്ത്. എടി, നീ ഈ ആഴ്ചക്ക് ചോദിക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് എടുത്തു തരാൻ? പ്ലീസ് എടി, എൻ്റെ പൊന്നു മോളല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്താ. കൂടിപ്പോയി ഒരു മാസം, അതിനുള്ളിൽ ഞാൻ തിരിച്ചിട്ട് തരാം. എടി, ഇത് ചേട്ടൻ വല്ലതും അറിഞ്ഞോണ്ടല്ലേ തീർന്ന്. ആരും അറിയാൻ പോകണ്ടടി, പ്ലീസ് നീ എങ്ങനെയെങ്കിലും ഒന്ന് അയക്കി. എടി, ഉറപ്പാണോ? 2 മാസത്തിനുള്ളിൽ ആവല്ലേ? എടി, ഉറപ്പായിട്ടും നിന്റെ മോളാണ് സത്യം, ഞാൻ ഇട്ട് തരാം. ശരി. ആ ശരി ടീച്ചർ, ഇനി തൊട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. ആ ഓക്കെ. ഡി, നീ 3 ദിവസമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടില്ലല്ലേ? ടീച്ചറാണ് ഇപ്പൊ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. ഓരോ മൊഹം ഉഴപ്പായിട്ട് വരെയാണ് കേട്ടാ നീ. അമ്മയും ടീച്ചറിനെ പോലെ ആവാതെ അമ്മച്ചി സ്നേഹത്തിലൊക്കെ സംസാരി. ഇല്ലടി, ഇന്ന് ഞാൻ മടി ഇരുത്തി കൊഞ്ചിക്കാം. അതിനുള്ള മെഡലും വാങ്ങിച്ചിട്ടല്ലേ വന്നേക്കണേ. പുച്ഛം നോക്ക്. ഹലോ, എന്താണ് വീടിനകത്തൊരു ബഹളം? ഹലോ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ചേട്ടനുണ്ട് വീട്ടില്. ചേട്ടനുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? അവിടെ കിടന്ന് കറങ്ങല്ലേ, ആരെങ്കിലും കാണും. വീടിന്റെ ബാക്കിലോട്ട് വാ. ശരി. എന്താണ് അമ്മയും മോളും കൂടെ എപ്പോ നോക്കിയാലും? ചുമ്മാ വഴക്കോളണം അച്ഛാ. ടീച്ചറാണ് ഏട്ടാ ഇപ്പൊ വിളിച്ചത്. അവൾ ഒരു അക്ഷരം പഠിക്കണില്ലെന്ന്. ചേട്ടനാണ് എല്ലാത്തിനും കാരണം. അപ്പൊ ഞാൻ കുറ്റക്കാരനായിപ്പോ? പിന്നെ ഞാൻ കാരണോ? കൊച്ചിന്റെ കൊച്ചു ചോദിച്ചിട്ട് കൊച്ചിന്റെ അടി ഞാൻ നോക്കണം, ടീച്ചറിന്റെ കാര്യങ്ങൾ കേൾക്കണം. ഇല്ല, ഞാൻ എന്തോ എന്റെ അമ്മ കളിക്കണേ.
ഇവിടെ 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 ഇത് തോന്നിയ പോലെ കയറി വീഴുന്നതിന് പറഞ്ഞിട്ടുള്ളയില്ലേ? ചേട്ടൻ കാണാൻ ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ചേട്ടാ ഇങ്ങനെ കിടന്ന് ചൂടാവില്ലേ? ഞാൻ പോയി തരാം. വിളിക്കുമ്പോ ഫോൺ എടുത്താൽ മതി. സമയമാകുമ്പോ ഞാൻ വിളിച്ചോളാം. ഇത് പോ. ശരി. എന്ത് പറ്റിയേട്ടാ? പ്ലോട്ടിന് അഡ്വാൻസ് കൊടുക്കേണ്ട ആവശ്യത്തിന് ഞാൻ ബാങ്കിൽ പോയിട്ട് വരെയാണ്. ബാലൻസ് അല്ലേ, എനിക്ക് അറ്റാക്ക് വന്നിരുന്നേ ഉള്ളൂ. ഇത്രയും കാലം കണ്ട നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടേ ബാലൻസ് ഉള്ളത് 650 രൂപ. പാടി നീ ഇത്രയ്ക്ക് എന്താ ചെയ്തത് ഇവിടെ? ഇത് പറയാൻ. ഓ, അപ്പൊ ഇത്രയും കാലം എനിക്ക് മോക്ക് ചെലവാക്കിയ കാശിന്റെ കണക്ക് വായിക്കാണല്ലേ നിങ്ങള്? കുറെ കാശ് അയച്ചു തന്നാ നിങ്ങളുടെ ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞാ? ഇത്രയും കാലം നമ്മുടെ കൊച്ചിനായിട്ട് എന്തെങ്കിലും നിങ്ങൾ നിന്ന് ചെയ്തിട്ടുണ്ടോ? നീ ഇങ്ങനെ നടന്ന് കരയാൻ മാത്രം ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. പണ്ട് ഞാൻ ഗൾഫിൽ പോയ സമയത്തുള്ള അവസ്ഥയോ സാലറിയോ അല്ലേ എനിക്ക് അത് നിനക്ക് നന്നായിട്ട് അറിയാം. ഇനി കഴിഞ്ഞ 4 വർഷത്തിൽ മാസം 10,80,000 മേളിൽ കാശ് ഞാൻ നിന്റെ അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ട്. ചില മാസങ്ങളിൽ 1 ലക്ഷത്തിന് മേളിലും. ഇനി വല്ല കല്യാണ പരിപാടിയാണെങ്കിൽ അതിന് വേറെ. ദക്ഷിണ സ്കൂളിലാണെങ്കിൽ അങ്ങനെ പറയത്തക്ക വലിയ ഫീസില്ല. ഈ വീടിൻ്റെ വാടകയല്ലാതെ വേറെ ബാധ്യതയില്ല. ഇനി അത്യാവശ്യം നീ നല്ല ലാവിഷായിട്ട് ജീവിച്ചാൽ പോലും ഒരു മാസം 40,000 രൂപ ചിലവായെന്ന് വെച്ചോ. പക്ഷെ അതല്ല ഇത് അവസ്ഥ. എനിക്കറിയാൻ പറ്റില്ല. മതി ദക്ഷയുടെ ഓപ്പറേഷൻ എത്രയാണെന്നാ നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കണേ? അന്ന് ആ ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിന്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഡെയിലി വീഡിയോ കോൾ ചെയ്തോണ്ട് മാത്രം ആയില്ല. അതെ, മോളുടെ ഓപ്പറേഷൻ നടന്ന വിനയ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലല്ലേ, അവിടുത്തെ ചിലവെല്ലാം ഇൻഷുറൻസിലാണ് പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അത്ര വലിയ എമൗണ്ട് ചിലവായിട്ടുണ്ടെങ്കിലേ മാസം 3 ആയിട്ടുള്ളൂ. ക്യാഷ് അടച്ച ബില്ലോടെ നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? സ്വന്തം കൊച്ചു ആശുപത്രി കിടന്നിട്ട് ബില്ല് ചോദിക്കേ? ഇങ്ങനെ പോയാ നാളെ ഞാനും കൊച്ചും കഴിച്ച ആഹാരത്തിന്റെ കണക്കോട് നിങ്ങൾ പറയുമല്ലോ. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൊച്ചിനെ വിളിച്ചിട്ടല്ലേ? ഞാൻ ചോദിച്ചുള്ള ഉത്തരം പറ. അക്കൗണ്ടിലുള്ള കാശ് എന്ത് ചെയ്തേ? ഞാൻ ഇത് കേൾക്കണം. എന്റെ നല്ല പ്രായത്തിൽ നിങ്ങളുടെ പ്രായം പോലും നോക്കാതെ നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വന്നില്ലേ? നിങ്ങളുടെ വീട്ടിലിരിക്കണ വായിരിക്കണേ കേട്ടു ഈ കൊച്ചിനെ നോക്കി ഇതെല്ലാം നോക്കി നടത്തിയില്ലേ? എനിക്ക് ഇതന്നെ കിട്ടണം. ഇനി ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ജീവിക്കൂല. മടുത്തെനിക്ക്. ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. അതുകൊണ്ടല്ലേ എനിക്കൊരു വിലയില്ലാതെ ഞാൻ ഇവിടെ നിൽക്കണം. ഞാൻ പോവാ. നീ എന്തിനാണ് ഇപ്പൊ കൊച്ചിനെയും വിട്ടിട്ട് എല്ലാം കൂടെ കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വന്നത്? എന്താണ് നിന്റെ പ്ലാൻ? നീ ഇപ്പൊ എന്റെ അടുത്തൊന്നും ചോദിക്കല്ലേ. അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കട്ടെ. ഈ സിറ്റുവേഷൻ വീട്ടിൽ നിന്നാൽ ശരിയാവൂല. നിന്റെ കാശ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? എടി, നിനക്ക് എന്റെ അടുത്ത് ഇത് മാത്രമേ ചോദിക്കാവുള്ള? ദാ വിളിക്കണം, മറ്റേ എടുത്ത് സംസാരിക്കും. എന്ത് ചെയ്യൂടി? ഒരു പിടിയും കിട്ടല്ല. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി പറഞ്ഞിട്ട് എന്തോ കാര്യം? ഹലോ ഹലോ, രാവിലെ പോലെ ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തതാണ്. അത് ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു. പിന്നെ താൻ വിചാരിച്ച ഏത് പ്രശ്നമാണ് സോൾവ് ചെയ്യാൻ പറ്റാത്ത? ഒരു കാര്യം ചെയ്യ്, താൻ ഇങ്ങോട്ടോ. നമുക്ക് ഡീലാക്കാൻ പറ്റാത്തായിട്ട് ഇപ്പൊ എന്താണുള്ളത്? ഞാൻ പോയിട്ട് വരാം. എന്തായി നമ്മുടെ കാര്യം? ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ആണെങ്കിൽ പറയണം. അത് ഞാൻ തരാം. ഒരു മാസം കൂടി. പിന്നെ 1 മാസം വാങ്ങിച്ച 1 വർഷം കൊണ്ട് ഇതുവരെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ 1 മാസം കൊണ്ട് അടയ്ക്കാൻ പോകുന്നത്. പലിശയൊക്കെ കയറി കയറി മുതലിൻ്റെ 2 ഇരട്ടിയായി. രേവതിക്ക് ടെൻഷനുണ്ടോ?
പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. ചേടാ, ഞാനിപ്പോൾ രേവതിയോട് കാശ് വല്ലതും ചോദിച്ചോ? ഇല്ലല്ലോ. എൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനല്ലേ ചോദിച്ചുള്ളൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെ പേടിക്കണേ? പിന്നെ എൻ്റെ കാര്യത്തിൽ എനിക്കെന്തെങ്കിലും വേണമെന്ന് ഞാൻ സ്നേഹത്തോടെ ചോദിച്ചാൽ അതിനെ ആരാണെങ്കിലും എനിക്ക് തരും. എന്തെങ്കിലും സംശയമുണ്ടോ? എൻ്റെ പൊന്നു രേവതി, ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കേ. രേവതിക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഹോട്ടായിട്ട് എന്തെങ്കിലും എടുക്കട്ടെ? ഞാൻ പോയിട്ട് വരാം. ആ ചേട്ടാ, ഞാൻ ശ്രേയയാ. ചേട്ടാ, രേവതി ഒരു പ്രശ്നത്തിലാണ്. ഇതാണ് എന്നെ പെട്ടെന്ന് കയറ്റേക്കാനുള്ള തിടുക്കും, ഇടയ്ക്കിടയ്ക്ക് മാറിയിരുന്നുള്ള ഫോൺ വിളിയും അല്ലേ? അങ്ങനെയല്ല ഏട്ടാ, ഞാൻ അറിയാതെ പെട്ടുപോയതാ. പെട്ടുപോയെന്നാ? നീ എന്തോന്ന് വിചാരിച്ച്? ഞാൻ ഒന്നും അറിയാത്ത പൊട്ടനാണെന്നാ? എല്ലാം അറിഞ്ഞു ഞാൻ, പക്ഷെ ഇച്ചിരി വൈകിപ്പോയി. ആ ജെനി മാമി, എന്ത് ഇവിടെ തന്നെ നിന്നിളങ്ങി? അതോടൊന്നോ എവിടാ നിന്റെ ഭാര്യ? എന്തു മാമി? എന്ത് പറ്റിയെന്നാ? എടാ, നിന്റെ കെട്ടിയോളെ നിന്റെ മോളുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് 2.5 പവന്റെ മാല വാങ്ങിച്ചിട്ട് പോയിട്ട് 8 മാസമായി. ഫോൺ വിളിച്ചാൽ എടുക്ക പോലും ഇല്ല. മാലയാ? അവളാ? എന്തിന്? എന്തിനെന്ന് എന്റെ അടുത്താണോ ചോദിക്കണത്? പിന്നെ നീ എന്തിനാടാ മീശയും വെച്ച് ആണെന്ന് പറഞ്ഞ് നടക്കണത്? നിന്റെ ഭാര്യയെ നീ അയക്കണേ തേയാത്തോണ്ട് നാട് മൊത്തം കടം വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. അയൽക്കൂട്ടത്തിരുന്ന്, അപ്പുറത്തെ ശീലരുന്ന്, സഹകരണ സംഘത്തിരുന്ന് എല്ലാം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എനിക്കറിയൂടാ മാമി, അവള് കാശൊക്കെ വെച്ച് എന്താ ചെയ്തെന്ന്. ബെസ്റ്റ്. എടാ, നീ അയക്കണ കാശിന് അവള് ചില്ലറ പൊടിയല്ലേ പൊടിക്കണത്. ഡെയിലി കറക്കം തന്നെ. 5 സ്റ്റാർ ഹോട്ടലിലേ കയറുള്ളൂ. ആഴ്ചയ്ക്ക് ബ്യൂട്ടി പാർലർ. നിന്റെ പൈസ തീർന്നാലാ നാട് മൊത്തം കടം വാങ്ങിക്കും. എന്റെ അറിവിൽ അവള് ഇതുവരെ ഒരു പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് അവളിൽ നിന്ന് പറയാനായിട്ടില്ലേ? പെട്ടെന്ന് നീയല്ലടി, ഞാനാ. ചേട്ടാ, അത് ഇത്രയും നാളെ നോർമൽ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നിട്ടും പെട്ടെന്ന് ചേട്ടൻ വലിയൊരു എമൗണ്ട് അയക്കാൻ തുടങ്ങിയപ്പോഴേ അറിയാതെ ലാവിഷായി പോയതാ. പിന്നെ അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി, പറ്റിപ്പോയതാ. നീ പറഞ്ഞപ്പോൾ അത്ര സിമ്പിളായിട്ട് പറഞ്ഞു. നിന്റെ അടിച്ചു പൊളിക്കുന്ന പകരം കൊടുക്കേണ്ടി വന്നതേ എൻ്റെ നല്ല പ്രായമാണ്, എൻ്റെ അധ്വാനമാണ്. ലൈഫ് സെറ്റാകണമെന്നോ അതിന് കാശ് വേണമെന്നും പറഞ്ഞ് നീയാണ് എന്നെ നിർബന്ധിച്ച് ഗൾഫിലോട്ട് പറഞ്ഞിട്ട്. ഞാൻ അവിടെ കിടന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ എനിക്ക് സുഖമാണോ എന്ന് നീ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പോട്ടെ, ഇവിടെ നിൻ്റെ കൂടെ ഞാൻ വേണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഭാവിയിൽ എല്ലാം കളഞ്ഞ് ഇവിടെ ഒന്ന് സെറ്റിൽ ആവണമെന്നും നീ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതങ്ങനെ ഞാൻ അവിടെ വരുന്നതാണല്ലോ നിനക്ക് സ്വൈരക്കേട്. നീ ഇതൊക്കെ എപ്പോഴെങ്കിലും പറയുന്ന പ്രതീക്ഷ ഞാൻ ഉണ്ടല്ലോ. ഞാനാണ് മണ്ടൻ. പിന്നെ നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നപ്പോൾ നീ എന്താ വിചാരിച്ച്? ഞാൻ എല്ലാം മറന്ന് നിന്നെ ഈ വീട്ടിനകത്ത് കയറ്റിയെന്ന്. ഇനി നിനക്ക് തെറ്റി. സഹിച്ചിടത്തോളം എനിക്ക് മതി. നീ ഉണ്ടാക്കി വെച്ച ബാധ്യത നീ തന്നെ തീർക്കണം. അതിന് നീ എന്നെ ഊറ്റാന്ന് വിചാരിക്കണ്ട, മനസ്സിലായോ?
വിദേശത്ത് വർഷങ്ങളോളം കിടന്ന് കഷ്ടപ്പെട്ടിട്ടും സ്വന്തമായിട്ടൊരു വീടോ സാമ്പത്തികമായിട്ടൊന്നും ഉയരാനോ പോലും സാധിക്കാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം പ്രോപ്പറായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്, സാമ്പത്തിക അച്ചടക്കവും ഇല്ലാത്തതാണ്. ഉണ്ടാക്കുന്ന പൈസ മൊത്തം നാട്ടിലേക്ക് അയക്കുമ്പോൾ അതെവിടെ ചിലവാക്കുന്നു, എന്തിന് ചിലവാക്കുന്നു, അതിലെത്ര സേവ് ചെയ്യുന്നുണ്ട്, എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നാളെ ഒരു വീട് വയ്ക്കുന്നെങ്കിൽ അതിന് എത്ര രൂപ ചിലവാകും, ബാങ്ക് ബാലൻസ് എത്ര, ഇതിനെപ്പറ്റിയൊക്കെയുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. അതില്ല എങ്കിൽ എത്ര പണിയെടുത്തിട്ടും, എന്തിന് ജീവിതകാലം മുഴുവൻ പണിയെടുത്തിട്ടും ഒരു കാര്യവുമില്ല. അതുപോലെ ഈ ചിത്രത്തിലെ ഭാര്യ നാട്ടിൽ ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ ഒരിക്കൽ പോലും ഭർത്താവിൻ്റെ അധ്വാനത്തെ പറ്റിയോ ആ നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഭർത്താവിൻ്റെ അവസ്ഥയോ ഒന്ന് ചിന്തിക്കുന്നു പോലുമില്ല. ഇത്തരം ഭാര്യമാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു പ്രവാസിയും കൊതിക്കുന്നത് സ്വന്തം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനാണ്. അതൊരു റിയാലിറ്റി ആവണമെങ്കിൽ അതിന് നിങ്ങളും കൂടി വിചാരിക്കണം. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന ഡാൻവിൽ ബിൽഡേഴ്സ്, ബിൽഡിംഗ് ദ ഫ്യൂച്ചർ.